എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഒരു ഇലക്ട്രിക് ബോട്ട് റേസ് കോമ്പറ്റീഷൻ നടന്നിരുന്നു. അതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് E1 ദോഹ GP 2025 എന്നാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം. 2025 ഈ കോമ്പറ്റീഷൻ ആദ്യം തുടങ്ങിയത് സൗദിയിലാണ്. സൗദിയിൽ ജനുവരി മാസത്തിൽ നടന്നു. അതിനുശേഷം ഫെബ്രുവരിയിലാണ് ഖത്തറിലേക്ക് ഈ കോമ്പറ്റീഷൻ വന്നത്. ഇത് ഫെബ്രുവരി 21 22 ഈ ഇവൻ്റ് ഇവിടെ നടന്നത്. ഇവിടെ നമുക്ക് ഈ ബോട്ടിൻ്റെ ഡെമോ ഇട്ടിട്ടുണ്ട്. അതിൽ അവർ ബ്രാൻഡ് ചെയ്തിരിക്കുന്നുണ്ട് E1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ EV പോലെ തന്നെ ഇലക്ട്രിക്കൽ വേർഷൻ. ആൻഡ് 1 ഇൻഡിക്കേഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഈ E1 എന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ബോട്ടിൻ്റെ ഡിസൈനെ ഹൈഡ്രോഫോയിൽ ഡിസൈൻ എന്ന് പറയുന്നുണ്ട്. അത് എനിക്കൊന്ന് ഈ ചിറകിങ്ങനെ കർവ് ചെയ്തൊക്കെ ഇരിക്കുന്ന ഡിസൈനായിട്ടാവാം. ഈ കാണുന്നത് നമ്മളുടെ ഒരു ഇലക്ട്രിക്കൽ വേർഷൻ ബോട്ടാണ്. ഒരു ടീം നോക്കാം. ഇന്നത്തെ കോമ്പറ്റീഷനിലെ മെയിൻലി സെലിബ്രിറ്റീസാണ്, വേൾഡ് വൈഡ് സെലിബ്രിറ്റീസാണ് നടത്തുന്നത്. നമുക്ക് വിരാട് കോഹ്ലി ഉണ്ട്, റാഫേൽ നഡാൽ, വിൽ സ്മിത്ത്, അങ്ങനെ ബാക്കിയുള്ളവരുടെ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ ട്രോഫി കാണാം. ഇതാണ് വിന്നർ കൊണ്ടുപോകുന്ന സാധനം. വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ അടുത്ത് പോയി കണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, കൊള്ളാം. അതേപോലെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ക്യാപ്പും ഇവരുടെ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കാം. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിയാക്ഷൻ വാൾ, പിന്നെ അതേപോലെ വേറൊരു സ്റ്റിമുലേറ്റർ റൂം, അവിടെ നമുക്ക് വീഡിയോ ഗെയിം കളിക്കണ പോലെ കളിക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി ചെറിയ കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെയിൻറ്റിങ് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഖത്തർ ടൂറിസത്തിൻ്റെ ഒരു കൗണ്ടറും നമുക്കിവിടെ കാണാം. ഈ കാണുന്ന സൂപ്പർ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ ഇവൻ്റ് എല്ലാം നടക്കുന്നതും ബോട്ട്സ് എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നതും. ഈ ക്ലബിൻ്റെ പേരാണ് കൊറിന്തിയ യാട്ട് ക്ലബ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കോമ്പറ്റീഷനുള്ള ബോട്ട്സ് എല്ലാം തന്നെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളും മെയിൻ്റനൻസും. ഇതുപോലെ വണ്ടി ഓടിക്കുന്ന പൈലറ്റ്സ് എല്ലാം ഇതിലേക്ക് കയറുന്നതൊക്കെ ഈ ഒരു ഡെക്കിൽ നിന്നാണ്. ഇതിനൊരു ലോഞ്ച് ഡെക്ക് അല്ലെങ്കിൽ ലോഞ്ച് സോണെന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലബിൻ്റെ മുൻപിൽ വേറൊരു ബോട്ടും ഡെമോയിൽ ഇട്ടിട്ടുണ്ട്. ഈ ക്ലബിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വിൽ സ്മിത്ത്, നമ്മുടെ US ആക്ടർ, അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ക്രൗഡ്സിനെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഡാൻസ് പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ആ ഡാൻസും കണ്ടിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ബിഗ് സ്ക്രീനിൽ കുറേ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് നമുക്ക് കാണാം, സ്കോർസ് കാണാം, പോയിൻ്റ് ടേബിൾസ് എല്ലാം കാണാം. താഴെ അതേപോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം വിൽ സ്മിത്തിനെ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. വിൽ സ്മിത്തിൻ്റെ ടീമിൻ്റെ പേരാണ് വെസ്റ്റ് ബ്രൂക്സ് റേസിംഗ്. പ്രൈമറി കളറായിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളറാണ് അവരുടെ ബോട്ട്സിന്. നമുക്കിവിടെ കാണാം ഓരോ ടീമിൻ്റെ പൈലറ്റ്സ് ഇവിടെ ഓർഗനൈസ് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് വന്നു തുടങ്ങി. ഈ യെല്ലോ ബോട്ട് ടീം ബ്രസീലാണ്, റെഡ് വിൽ സ്മിത്തിൻ്റെ, ബ്ലൂ കളറ് മാർക്ക് ആൻ്റണി സ്പോൺസർ ചെയ്യുന്ന ബോട്ടുകളാണ്. ഇവിടെ ആ സെൻറ്ററിൽ കൂടി കാണുന്ന ബോട്ട് ആക്ച്വലി വിരാട് കോഹ്ലി സ്പോൺസർ ചെയ്യുന്ന ബോട്ടാണ്. ഇനി നിങ്ങളെല്ലാവരും റേസിൻ്റെ വിഷ്വൽസൊക്കെ എൻജോയ് ചെയ്യുക. അതേപോലെ വീഡിയോയുടെ അവസാനം വീണ്ടും ഒരു യൂറോപ്യൻ സ്റ്റിൽ ഡാൻസിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടിയുണ്ട്, അതും കൂടി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
വാച്ച്